എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പൂർണ്ണത്ര ഈശ്വരനെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് വൈശാഖ മാസത്തിലെ പ്രഭാഷണം ഇന്ന് കുചേലവൃത്തം ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. ഏറ്റവും ഉത്തമമായ ശ്രവിക്കേണ്ടതായ കഥകളിൽ ഒന്നാണ് കുചേലവൃത്തം. എന്തുകൊണ്ടെന്നാണെങ്കിൽ നമ്മളെല്ലാവരും ഓരോ തരത്തിൽ നോക്കിയാൽ ഓരോ കുചേലന്മാരാണ്. ഭഗവാനെ കാണാൻ വേണ്ടി മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുചേല ബ്രാഹ്മണന്മാർ. നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനും മോക്ഷപഥത്തിലേക്ക് എത്തിക്കുന്നതിനും ഈ കഥ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാഗവതത്തിലെ ദശമം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ ദശമം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാവും, കുളിര് പൊന്തുന്ന ഒരവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കഥകള്, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കഥകള്, പല അവതാരങ്ങളിലുള്ള കഥകളൊക്കെ പറഞ്ഞു ദശമത്തിലേക്ക് എത്തുമ്പോഴേക്കും ശ്രീകൃഷ്ണന്റെ കഥകൾ മാത്രമാണ് പിന്നെ പറഞ്ഞു തുടങ്ങുന്നത്. കുട്ടിക്കാലം മുതൽക്ക് മറ്റൊരു അവതാരത്തിലും ഇത്രയ്ക്ക് വിസ്തരിച്ചിട്ടുള്ള കഥകളൊന്നും പറയണില്ല. പുരുഷ രൂപത്തിലുള്ള അവതാരങ്ങളുണ്ട്, മൃഗരൂപത്തിലുള്ള അവതാരങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ തത്കാലത്തേക്ക് ഓരോരോ പ്രയോജനങ്ങൾക്കായി വരുന്നു, ഓരോ ലക്ഷ്യങ്ങൾക്കായി വരുന്നു, അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. പക്ഷെ ശ്രീകൃഷ്ണന്റെ കഥ വരുമ്പോഴേക്കും ഒരു മനുഷ്യൻ, നമ്മളൊക്കെ ജനിച്ച് ഓരോ കാലങ്ങളിലും, അതായത് ബാല്യം, യൗവനം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവസാനം മോക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതായിട്ടുള്ള ആ വളരെ ക്രമമായിട്ടുള്ള ഒരു വർധനവ്, അത് നമുക്ക് ഈ ഒരു ദശമത്തിലെ കഥകളില്, ശ്രീകൃഷ്ണന്റെ കഥകളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എല്ലാവരും ഈ ദശമം എന്ന് കേൾക്കുമ്പോഴേക്കും, മറ്റൊന്നും വായിച്ചിട്ടില്ലെങ്കിലും ഭാഗവതം എന്ന് പോലും പറയണ്ട, ദശമം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും കഥകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും അതിനെ എല്ലാവരും അതിനെ ശിരസാവഹിച്ചുകൊണ്ട് മനസ്സിലേറ്റിക്കൊണ്ട് നടക്കുന്ന കഥകളാണ്. അതിലേറ്റവും അനുഗ്രഹത്തിന് പ്രാധാന്യം, വളരെ പ്രത്യക്ഷമായിട്ടുള്ള അനുഗ്രഹം നൽകുന്ന കഥയാണ് കുചേലന്റെ കഥ. കുചേലന്റെ കഥ എന്നല്ല, ഭാഗവതം എടുത്തു നോക്കിയാൽ നമുക്ക് അവിടെ ശ്രീരാമചരിതം എന്നേ കാണാൻ പറ്റുള്ളൂ. മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളിലും അതാണ് കൊടുക്കുന്നത് പേര്. ആ ശ്രീരാമാവ് എങ്ങനെയാണ് കുചേലനായത്? കുചൈലൻ എന്നും പറയുന്നുണ്ട്, കുചേലൻ എന്ന് പറഞ്ഞാലും ഒരേ ആള് തന്നെയാണ്. ആ കുചേലൻ, നമ്മൾ കുചേലൻ വിപരീതം കുബേരൻ എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് മലയാളം സംസ്കൃതം ക്ലാസ്സുകളിലൊക്കെ. എന്താണ് കുചേലൻ എന്ന് പറഞ്ഞാല്? ഏറ്റവും കുത്സിതമായിട്ടുള്ള, ഒരു ഭംഗിയുമില്ലാത്ത, ഏറ്റവും മുഷിഞ്ഞ ചേല ഉടുക്കുന്നവനെയാണ് കുചേലൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ചേല ഉടുക്കുന്നവൻ എപ്പോഴും ദരിദ്രനായിരിക്കുമല്ലോ. കുബേരൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു അർത്ഥത്തിലേ അല്ല. കുബേരൻ എന്ന് പറഞ്ഞ, ബേരം എന്ന് പറഞ്ഞ വാക്കിന് ശരീരം എന്നാണ് അർത്ഥം. അപ്പൊ കുബേരൻ എന്നുള്ള വാക്കിന് ശരീരം ഒട്ടും ഭംഗിയില്ലാത്ത ഒരാളാണ് എന്നേ അർത്ഥമുള്ളൂ. ആ പേര് ആർക്കാണ്? ധനേശനാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് എന്തോ വടുക്കളും വളവുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കുബേരൻ എന്ന അയാൾക്ക് പേര് വന്നു എന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും കുചേലനും കുബേരനും വിപരീത വാക്കുകളായിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സംസ്കൃതത്തിന്റെ പദപ്രയോഗങ്ങള് നമ്മളെല്ലാവരും മലയാളത്തിൽ ധാരാളമായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങടെ ധരിക്കുന്നതാണ്. യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവും. പക്ഷെ കുബേരൻ എന്നുള്ള പദം ധനേശനിൽ അങ്ങടെ ഉറച്ചു പോയത് കൊണ്ട് കുചേലൻ ദരിദ്രനും കുബേരൻ ധനികനും എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ പ്രയോഗിക്കുന്നുണ്ട്. ഈ കുചേലൻ, അദ്ദേഹം കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണന്റെ കൂടെ സാന്ദീപനിയുടെ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്
അവിടെ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എങ്ങനെയാണ് കുചേലനായത് എന്നുള്ളതിന് പലതരത്തിലുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഭാഗവതത്തിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാം. കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാഗവതത്തിന്റെ സ്വഭാവം എന്താ? ആഖ്യാന രീതിയാണ്. ഒരാള് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും, പഴയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാത്തിനും ഈ ആഖ്യാനത്തിന്റെ സ്വഭാവമുണ്ട്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് ചുറ്റും ഇരിക്കുന്നു. ഇപ്പോഴും അത് വളരെ, നമ്മൾ ഇതൊക്കെ തന്നെയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? അത് കേൾക്കാനുള്ള സുഖം കൊണ്ടാണ്, കേട്ട് മനസ്സിലാക്കുന്നതിന്റെ എളുപ്പം കൊണ്ടാണ്. ഒരാള് വായിച്ച് പറഞ്ഞു തരാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സുഖം, അതാണല്ലോ അധ്യാപനത്തിലൊക്കെ അത് തന്നെയാണ് വരുന്നത്. പഠിപ്പിച്ചു തരുമ്പോൾ ഉണ്ടാകുന്നതായ ഉറക്കലുണ്ടല്ലോ, വിദ്യയുടെ ഉറക്കൽ, അത് ആ ഒരു ആഖ്യാന രീതിയിൽ തന്നെയാണ് കുചേല കഥയും ഇവിടെ പറയണത്. കഥ നമുക്കറിയാം, ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അതാണ് ഭാഗവതം, ഭഗവാന്റെ എല്ലാ അവതാരങ്ങളിലും ഉള്ളതായ കഥകൾ. ഇതേപോലെ തന്നെ വൈശമ്പായനൻ പരീക്ഷത്തിന്റെ പുത്രനായിട്ടുള്ള ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നതാണ് മഹാഭാരതം. അതും ഇങ്ങനെ തന്നെയാണ്, പറഞ്ഞു കൊടുക്കലാണ്. സൂതൻ എന്ന് പറയുന്ന കഥാപാത്രം, സൂതൻ എന്നുള്ള പദത്തിന് തന്നെ അത് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, പറഞ്ഞു കൊടുക്കുന്നവൻ. ഹരികഥാകാലക്ഷേപമൊക്കെ നടത്തുന്നില്ലേ, നമ്മുടെ ഈ ചുറ്റും കാണുന്നുണ്ട്. അതുപോലെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെയാണ് സൂതന്മാരെന്ന് പറയുന്നത്. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂതൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് മഹാഭാരതമായിട്ട് പിറന്നത്. അതുപോലെ ഈ ഒരു ആഖ്യാനത്തിലൂടെയാണ് ഈ ഭാഗവത കഥ മുഴുവനും നമ്മുടെ കൈകളിൽ എത്തുന്നത്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഏറ്റവും സർവസംഘ പരിത്യാഗിയായിട്ട് അറിയപ്പെടുന്ന ശ്രീ ശുഗബ്രഹ്മർഷി, വ്യാസന്റെ പുത്രനായിട്ടുള്ള ശ്രീശുഗൻ. വ്യാസമഹർഷിയാണ് ഭാഗവതം എഴുതിയത്, പുത്രനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷത്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. പരീക്ഷിത്ത് അർജുനന്റെ പുത്രനാണ്. അറിയാം, കഥകളൊക്കെ നമുക്കറിയാം. ഒരു ശാപം കൊണ്ടാണ് അദ്ദേഹം മോക്ഷത്തിനായിട്ട് ഈ ഒരു വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 7 ദിവസത്തെ ഭാഗവത കഥാശ്രവണത്തിലൂടെ അദ്ദേഹം മോക്ഷത്തിലേക്ക് എത്തുകയാണ് ചെയ്യണത്. അപ്പോ ശ്രീകൃഷ്ണന്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ബലരാമൻ ചെയ്തതായിട്ടുള്ള ചില കഥാഭാഗങ്ങൾ പറയുണ്ടായി. വല്ലുലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ വധിച്ച കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തന്നെ ശുഗബ്രഹ്മർഷിയോട് പരീക്ഷിത്ത് പറയാണ്, രാജോവാച ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മനഃ വീര്യാണ്യനന്തവീര്യസ്യ ശ്രോതുമിച്ഛാമി ഹേ പ്രഭോ. പ്രഭോ, കൃഷ്ണന്റെ കഥകൾ ഇനിയും പറയൂ. ഇപ്പൊ ബലരാമന്റെ കഥയൊക്കെ കുറച്ച് പറഞ്ഞുല്ലോ, എനിക്കിനി വീണ്ടും വീണ്ടും ശ്രീകൃഷ്ണന്റെ കഥകൾ കേൾക്കാനാണ് മോഹം. ഇനിയും മുകുന്ദന്റെ കഥകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ്. എന്താണ് ആ കഥയുടെ പ്രത്യേകത? ശ്രീകൃഷ്ണന്റെ കഥകൾക്കൊക്കെ എന്താണ് പ്രത്യേകത എന്ന് പറയാണ്. ബ്രഹ്മന്നുത്തമ ശ്ലോക സത്കഥാ വിരമേദ വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണൈഃ. ആരൊരാളാണ് ഭഗവത് കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത്? പിന്നെയും പിന്നെയും ആവർത്തിച്ച് കേൾക്കാൻ തോന്നുന്നു ശ്രീകൃഷ്ണന്റെ കഥകള്. അത് കേട്ടാൽ എന്താണ്? ആ എല്ലാ കാമമാർഗങ്ങളും, കാമത്തിൻ്റെതായ മാർഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് മോക്ഷമാർഗത്തിലേക്ക് സഞ്ചരിക്കും ഓരോരുത്തരും. അതുകൊണ്ട് ആ കഥകൾ വീണ്ടും വീണ്ടും കേൾക്കട്ടെ, വീണ്ടും വീണ്ടും പറയൂ എന്ന്. കഥയമമ കഥയമമ കഥകൾ അതിസാദരം കാകുത്സലീലകൾ കേട്ടാൽ മതിവരാ എന്ന് രാമായണത്തിൽ പറഞ്ഞ പോലെ മതിവരണില്ല, എത്ര കേട്ടാലും മതിവരാത്ത കഥകളാണ്. അപ്പോ എന്റെ വാക്കും ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് സമർപ്പണമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയാണ് പരീക്ഷിത്ത് പറയാണ്. സാവാജ്ഞയാ തസ്യ ഗുണാൻ ഗൃണീതേ കരൗ ച തത്കർമ്മകരൗ മനശ്ച സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത് പുണ്യകഥാ സകർണ. ആ ചെവിയാണ് ചെവി, ആ വാക്കാണ് വാക്ക്, ആ കയ്യാണ് കയ്യ്. ബാക്കിയുള്ള കൈകൾക്കൊന്നും, ബാക്കിയുള്ള കാതുകൾക്കൊന്നും ഒരു പ്രയോജനമില്ല. ഭഗവത് കഥകൾ പറയുന്ന നാവ് അല്ലെങ്കിൽ വാക്ക്, അതാണ് യഥാർത്ഥ വാക്ക്. അതുപോലെ ഭഗവാനെ ആരാധിക്കുന്ന കരങ്ങളാണ്, അതിനെയാണ് കരങ്ങൾ എന്ന് വിളിക്കുന്നത്, കൈകൾ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? സ്ഥിരജംഗമേഷു വസന്തം. സ്ഥിരമായിട്ടുള്ളതിലും ചലമായിട്ടുള്ളതിലും അനങ്ങുന്നതിലും അനങ്ങാത്തതിലും ഇവിടെയുള്ള സർവ്വചരാചരങ്ങൾ, നമ്മൾ പറയുന്ന വാക്ക് ചരാചരം എന്നാണ്. ചരവും അചരവും. ചരം എന്ന് പറഞ്ഞാൽ അനങ്ങുന്നത്, അചരം എന്ന് പറഞ്ഞാൽ അനങ്ങാത്തത്. ഇത് രണ്ടും ചേർന്നതാണ് നമ്മുടെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള പ്രപഞ്ചം.
ആ പ്രപഞ്ചത്തിൽ മുഴുവനും കുടികൊള്ളുന്നവനായിട്ടുള്ള ഭഗവാനെ പറ്റി പറയുന്ന ആ കഥകൾ, അത് ഏതൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പാനം ചെയ്യാൻ പറ്റുമോ, ആസ്വദിക്കാൻ പറ്റുമോ, അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ശിരസ്തു തസ്യോ ഭയലിംഗമാനമേ തദേവ യത് പശ്യതി തദ്ധിചക്ഷു അംഗാനി വിഷ്ണോരഥതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. ശിരസ് ആ ഭഗവത് കഥകൾ കേട്ടിട്ട്, അതായത് കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ ബ്രഹ്മ അല്ലെങ്കിൽ നമുക്ക് കാണാവുന്ന രൂപത്തിലുള്ള വിഗ്രഹ രൂപത്തിലുള്ള ആ പ്രതിഷ്ഠകളും ഉള്ളിലുള്ളതായ ആ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഭഗവാനെയും കാണാൻ പറ്റണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട്, മനക്കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. അങ്ങനെയുള്ളതാണ് കണ്ണ്, അങ്ങനെയുള്ളതാണ് ശിരസ്. അതുപോലെ ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ നമസ്കരിക്കുന്ന ഭക്തജനങ്ങളെ ആരാധിക്കണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വേണം എന്റെ ജീവിതം, ഇനി ബാക്കിയുള്ള ജീവിതം മുമ്പാക്കാൻ പോവാൻ. അങ്ങനെയുള്ളവർക്കേ മോക്ഷം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് ഏറ്റവും ധന്യമായിട്ടുള്ള ജീവിതം എന്നാണ് പരീക്ഷിത്ത് പറയണത്. അത് കേട്ടിട്ട് സൂതൻ പറയാണ്, വിഷ്ണുരാധേന സംപൃഷ്ടോ ഭഗവാൻ ബാദരായണി വാസുദേവേ ഭഗവതി നിമഗ്ന ഹൃദയോ ബ്രവീത്. വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവൻ. അത് വേറെ ആരുമല്ല, പരീക്ഷിത്താണ്. പരീക്ഷിത്തിനെ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് ഭഗവാൻ തന്റെ ചക്രം കൊണ്ട് സംരക്ഷിച്ചു. അതുകൊണ്ട് പരീക്ഷിത്തിന്റെ മറ്റൊരു പേരാണ് വിഷ്ണുരാധൻ എന്ന്. ആ വിഷ്ണുരാധനാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടവനായ ബാദരായണന്റെ പുത്രൻ ബാദരായണി, അതായത് ശുഖബ്രഹ്മർഷി, അദ്ദേഹം കഥകൾ പറയാൻ തുടങ്ങി. വാസുദേവനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറയാൻ തുടങ്ങി. കൃഷ്ണസ്യാസീത് സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. കൃഷ്ണന്റെ സുഹൃത്തായിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം ആകട്ടെ ഇന്ദ്രിയാർത്ഥേഷു വിരക്ത. ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ടതായിട്ടുള്ള അർത്ഥങ്ങള്, കണ്ണുകൊണ്ട് നല്ലത് കാണുക, കൈകൾ കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യുക, ത്വക്കുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതായതിനെ സ്പർശിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു ആ ബ്രാഹ്മണൻ. അദ്ദേഹം പ്രശാന്തമായ ആത്മാവോടുകൂടിയവനായിരുന്നു, ജിതേന്ദ്രിയനായിരുന്നു, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. നമ്മളാരും ഇന്ദ്രിയങ്ങളെ ജയിച്ചവരൊന്നും ആകുന്നില്ല. വളരെയധികം പ്രയത്നിച്ചാലും നമുക്ക് ഒരു പരിധി വരെയൊക്കെ എത്താൻ പറ്റുന്നുള്ളൂ. എന്നാലും പിന്നെയും ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. നമുക്കിഷ്ടമുള്ളത് കാണാൻ, നമുക്കിഷ്ടമുള്ളത് സ്പർശിക്കാൻ, നമുക്കിഷ്ടമുള്ളത് ഗന്ധം ഘ്രാണിക്കാൻ, ഇതിനൊക്കെ വേണ്ടി മനുഷ്യരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും പിന്നാക്കം വരുന്നവൻ, വിരതി വരുന്നവൻ, അവനാണ് പ്രശാന്താത്മാവ്, അവനാണ് തപസ്വി, അവനാണ് സന്യാസി. എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട്, എല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് തന്റെ ജീവിതത്തിൽ ഒന്നിനെയും കൊണ്ടുവരാതെ നോക്കുന്നവൻ. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഈ ബ്രാഹ്മണൻ. അദ്ദേഹം യദൃച്ഛയോപവന്നേന വർത്തമാനോ ഗൃഹാശ്രമീ തസ്യ ഭാര്യാ കുചൈലസ്യ ക്ഷുക്ഷാമാ ച തഥാവിധാ. യദൃച്ഛയോപവന്നേന വർത്തമാന. അങ്ങനെ കാലം ചെന്നപ്പോ അദ്ദേഹം ഒരു വിവാഹമൊക്കെ കഴിച്ചു. അങ്ങനെ ഗൃഹസ്ഥാശ്രമിയായി. വേണച്ചട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് ഒന്നിലും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. എന്നാലും ആ കാലക്രമം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വിവാഹമൊക്കെ കഴിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ കുചൈലനായിരുന്നു, ഒന്നുമില്ല, ദരിദ്രനായിരുന്നു എന്നുള്ളത് കൊണ്ട് പത്നിയും അതുപോലെ തന്നെയായി. ക്ഷുത്ക്ഷാമ എന്ന് ആ പത്നിയുടെ പേരാണ് എന്നും പറയുന്നുണ്ട്. നമുക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാം, വിശപ്പ് കൊണ്ട് വലഞ്ഞവൾ ക്ഷുത്ക്ഷാമ. അങ്ങനെയായിരുന്നു അവളുടെ കഥയും. ഒട്ടും വിശേഷം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും വളരെ ദുഃഖകരമായിട്ടുള്ള, ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്കാണല്ലോ പൊതുവെ പൊറുതിമുട്ടുക. കാരണം എന്താ? മക്കളൊക്കെ വിശന്ന് വിലഞ്ഞ് കരയുണ്ടാവും. പുരുഷന്മാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോ തോന്നിയെന്ന് വരില്ല. അപ്പോ പതിവ്രതയായിട്ടുള്ള ആ പത്നി വന്നിട്ട് ബ്രാഹ്മണനോട്, കുചേലനോട് ചോദിക്കുകയാണ്, പതിവ്രതാ പതിം പ്രാഹ മ്ലായതാവദനേന സാ ദരിദ്രാ സീതമാനാസാ വേപമാനാഭിഗമ്യ ച. ഇത്രയൊക്കെ ദുരിതമുണ്ടായിട്ടും അവള് വേറൊരാളുടെ അടുത്തേക്കൊന്നും പോയിട്ടില്ല. സാ പതിവ്രത,
എന്താ ഭർത്താവ് ചെയ്യുന്നത് അതേ കർമ്മം തന്നെ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഭഗവത് പ്രസാദം ഉണ്ടാവും, നമ്മൾ ഈ ദുരിതത്തിൽ നിന്നൊക്കെ കരകയറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നവളും എന്നാലോ ക്ഷീണിച്ചിട്ട് നടക്കാനൊന്നും വയ്യ. അതാണ് വേപമാന, വിറച്ചുകൊണ്ടാണ് നടക്കുന്നത്, ദാരിദ്ര്യം കൊണ്ട് ക്ഷീണിതയായിട്ട് തന്റെ ഭർത്താവായിട്ടുള്ള ആ കുചേലന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാത് ശ്രിയപതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വദർശവ. ബ്രഹ്മൻ സംബോധന ചെയ്യാണ്, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയുടെ സഖാവ്, അങ്ങയുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരാള് ദ്വാരകയിലില്ലേ? സാക്ഷാത് ശ്രീപതിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ. അദ്ദേഹം ബ്രഹ്മണ്യനും ശരണ്യനും ഒക്കെ അല്ലേ? ബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനോട് വളരെ കരുണയുള്ളവൻ, ബ്രാഹ്മണനെ പരിഗണിക്കുന്നവൻ. ശരണ്യൻ എന്ന് പറഞ്ഞാല് ശരണാഗതനാണ്, പോയി ശരണം പ്രാപിക്കാവുന്നവൻ. അങ്ങനെയൊക്കെയുള്ള ശരണ്യനാണ് ആ ആള് എന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ അടുത്തേക്ക് ചെന്നാൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടും. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ടും എന്താ അങ്ങോട്ടൊന്നും പോവാത്തത്? അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടിയൊക്കെ ഭേദമാവില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഭഗവാൻ സാത്വതന്മാരിലെ ഋഷഭനായിട്ടുള്ള ഋഷഭപദം ശ്രേഷ്ഠവാദിയാണ്, ഏറ്റവും കേമൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ്. അങ്ങനെ ഒരാൾ ഇവിടെ ദ്വാരകയിൽ ഉണ്ടായിട്ടും എന്താ നമ്മൾ അങ്ങോട്ടൊന്നും പോയി ചോദിക്കാത്തത്? അങ്ങെന്താണ് അവിടേക്ക് പോകാത്തത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതതേ കുടുംബിനെ. ഈ കുടുംബ പ്രാരാബ്ധം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന അങ്ങ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണാൻ പോകണം. അദ്ദേഹം എന്തായാലും സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നവനാണ്, എന്തായാലും നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരാതിരിക്കില്ല. അദ്ദേഹം എവിടെയപ്പുള്ളത്? ആസ്തേധുനാദ്വാരവത്യാം ഭോജവൃഷ്ണ്യന്ധകേശ്വര സ്മരത പാദകമലമാത്മാനമപിയച്ഛതി കിം അർത്ഥകാമാൻ ഭജതോ നാത്യഭീഷ്ടാൻ ജഗദ്ഗുരു. ഭഗവാനെ വിളിക്കുന്ന പേരാണ് ജഗദ്ഗുരു. പല അർത്ഥത്തിലും പറയുന്ന ഒരു വാക്കാണ് ജഗദ്ഗുരു. ജഗത്തിന്റെ മുഴുവനും ഗുരുവായിട്ടുള്ളവൻ ജഗദ്ഗുരു, ജഗത്ത് തന്നെ ഗുരുവായിട്ടുള്ളവൻ അവനെയും ജഗദ്ഗുരു എന്ന് തന്നെ സംസ്കൃതത്തിൽ പറയാം. ജഗദ്ഗുരു ശങ്കരാചാര്യർ എന്ന് പറയുമ്പോൾ അവിടെ ജഗത്ത് ഗുരുവാണ്, നമ്മളെ പലതും പഠിപ്പിച്ചു തരുന്നത് ജഗത്താണ് എന്നുള്ളത് കൊണ്ട് ജഗത്തിനെ തന്നെ, പ്രകൃതിയെ തന്നെ, നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാത്തിനെയും തന്നെ ഗുരുവായിട്ട് കരുതുന്ന ആ ഒരു രീതിയെ നമുക്ക് ജഗദ്ഗുരു എന്ന് പറയാം. ഇവിടെ ഭഗവാനെ ജഗദ്ഗുരു, ജഗത്തിന് മുഴുവനും ഗുരുവായിരിക്കുന്ന, ലോകത്തിന്റെ മുഴുവനും പ്രഭുവായിരിക്കുന്ന ആ ഭഗവാൻ ദ്വാരകയിൽ ഇപ്പോൾ വസിക്കുന്നുണ്ട്. ഭോജന്മാരുടെയും വൃഷ്ണികളുടെയും അന്ധകന്മാരുടെയും ഒക്കെ പതിയായിട്ട്, രാജാവായിട്ട് അവിടെ ഉണ്ടല്ലോ. ഒന്ന് സ്മരിച്ചാൽ തന്നെ പാദപത്മങ്ങൾ തരുന്ന ആ ഭഗവാൻ ചെന്ന് കണ്ടാൽ, ഭജിച്ചാൽ എന്താ തരാത്തത്? ഒന്ന് പോയി നോക്കല്ലേ എന്ന് ചോദിച്ചു. സയേവം ഭാര്യയാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു അയം ഹി പരമോ ലാഭ ഉത്തമ ശ്ലോക ദർശനം ഇതി സജ്ജിന്യ മനസാഗമനായ മതിം ദധേ അപ്യസ്ത്യുപായനം കിഞ്ചിത് ഗൃഹേ കല്യാണി ദീയതാം. അങ്ങനെ ഭാര്യ പലതരത്തിൽ അതിന്റെ വശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ ആയപ്പോൾ നാം ഒന്ന് പോയിട്ട് വരാം, കൃഷ്ണനെ ഒന്ന് കണ്ടിട്ട് വരാം. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം, കുചേലനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനെ കാണാൻ പോവാന്നുള്ളത് പ്രത്യേകിച്ച് ആവശ്യത്തിനൊന്നുമല്ല. അത് നമുക്ക് കാണാം, കഥ നീങ്ങുമ്പോ കാണാം. ഒന്നിനല്ല പോയത്, ഒന്നും ചോദിച്ചില്ല, അതേപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ആവശ്യം പത്നിക്കായിരുന്നല്ലോ, കുചേലനൊന്നും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ പഴയ സുഹൃത്തിനെ ഒന്ന് കാണാം, ഭാര്യ അത്രയ്ക്ക് അധികം പറഞ്ഞപ്പോ ശരിയാണല്ലോ, ഒന്ന് പോയേക്കാം. പക്ഷെ വെറും കൈയോടെ പോവരുതല്ലോ, നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ചെറുതെങ്കിലും ഉപായനം, ആഴ്ചയായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അത് പറയുന്നുണ്ട്. പത്രം, ഫലം, തോയം എന്തായാലും വേണ്ടില്ല. സ്വഭവനത്തിങ്കൾ നിന്നു ഗമിക്കരുതാരും കൈക്കലിലയുമാം ഈ ഭൗമാം കുസുമവുമാം എന്ന് രാമപുരത്ത് വാര്യര് പറഞ്ഞ പോലെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു ആനയെ കൊണ്ടു കൊടുത്താലും ഒന്നുമല്ല, ഒരു കുന്നിമണി അല്ലെങ്കിൽ ഒരു ചെറിയ ഇല കൊണ്ടു കൊടുത്താലും ഭഗവാൻ ഒരുപോലെ തന്നെയാണ്. ഒന്നുമില്ലാതെ കയ്യും വീശി പോവരുത്. അതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഭഗവാനെ കാണാൻ പോകുമ്പോ ഒന്നുമില്ലാതെ പോണേന് കുഴപ്പമൊന്നും ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ സമർപ്പിക്കണം.
നമ്മൾ അവിടെ ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് അർപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ചെറുത് ഉപായനങ്ങള് കാഴ്ചയായിട്ട് കൊണ്ടുപോകണമെന്ന് ബ്രാഹ്മണൻ പറഞ്ഞത്. അപ്പോ അറിയാലോ, അങ്ങേക്ക് തന്നെ അറിയാം ഇവിടെ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു? യാചിക്കാൻ പോയി. ബ്രാഹ്മണ പത്നി യാചിത്വാ ചതുരോ മുഷ്ടീൻ വിപ്രാൻ പൃഥുകദണ്ഡുലാൻ ചൈലഖണ്ഡേനതാൻ ബദ്ധ്വാ ഭർത്തയേ പ്രാജാതുപായനം. പല ബ്രാഹ്മണരുടെയും അടുത്തുള്ള ചില ഗൃഹങ്ങളിലൊക്കെ പോയി ചോദിച്ച് ഒരു 4 പിടി, അതാണ് ചതുരോ മുഷ്ടീൻ, 4 പിടി അവില്, നെല്ലും ഒക്കെ കിട്ടി അത് കുത്തിയാണ് അവിലാക്കിയത് എന്നും കഥകൾ പറയുന്നുണ്ട്. അതൊക്കെ കൂടിയിട്ടൊരു തൻ്റെതായൊരു ചെറിയ കീറത്തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ് അത് ഭർത്താവിന് കൊണ്ടു കൊടുത്തു. സദാനാദായ വിപ്രാഗ്ര്യ പ്രയയോ ദ്വാരകാംഗില കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ. എങ്ങനെയാവും അവിടെ പോയാലത്തൊരു കഥ? കൃഷ്ണനെ കണ്ട മനസ്സിലാവോ? ഇത് ചിന്തയൻ പലതും ആലോചിച്ചുകൊണ്ടാണ് ആ മാർഗം ഇങ്ങനെ സഞ്ചരിച്ചു പോയിരുന്നത്. എത്ര വലിയ ആളെയാ കാണാൻ പോകുന്നത്? ഭോജന്റെ വൃഷ്ണി, ഭോജന്മാരുടെ അല്ലെങ്കിൽ വൃഷ്ണികളുടെ, അന്ധകന്മാരുടെ ഒക്കെ ഈശ്വരനായിട്ടുള്ള ഒരാളെയാണ് കാണാൻ പോകുന്നത്. താനാരാ? ഒരു സാധു, ഒന്നിനും പറ്റാത്ത ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. ഒരുമിച്ചെന്നോ പഠിച്ചു എന്നുള്ളതിന്റെ അതിന്റെ ഒരു ബലവുമായിട്ടാണ് പോണത്. എന്നെ കണ്ടാൽ മനസ്സിലാവുമോ? അല്ലെങ്കിൽ ദ്വാരകയിൽ പോയാൽ എന്നോടുള്ള ആ സമീപനം എന്താവും എന്നൊക്കെ വിചാരിച്ച് ആലോചനാമഗ്നായിട്ടാണ് ഇങ്ങനെ നടന്നു പോയത്. എന്നിട്ട് അവിടെ എത്തിയപ്പോഴോ ത്രീണി ഗുൽവാണ്യതീയായ തിസ്ര കക്ഷാശ്ച സദ്വിജ വിപ്രോഗമ്യാന്ധകൃഷ്ണീനാം ഗൃഹേഷ്വച്യുതധർമ്മിണാം. അങ്ങനെ വലിയ വലിയ കുറെ കോട്ടകള്, കോട്ടവാതിലുകള്, വീഥികള്, ഇതൊക്കെ കടന്നിട്ട് അവസാനം ദ്വാരകയിൽ അകത്തേക്ക് ഭഗവാൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് എത്തിപ്പെട്ടു. ഈ വളരെ ശുദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് പോയത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ആദ്യമേ പറഞ്ഞു വച്ചിട്ടുണ്ട്, ബ്രഹ്മണ്യനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണർക്ക് പ്രത്യേകിച്ച് അനുവാദങ്ങളൊന്നും ചോദിക്കാതെ തന്നെ ദ്വാരകയിലേക്ക് പ്രവേശിക്കാം. സാധാരണക്കാര് ആരും, അല്ലെങ്കിൽ ചീത്ത ബുദ്ധികളോടുകൂടി ചെല്ലുന്നവരൊന്നും അത്ര വേഗമൊന്നും അതിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. എങ്ങനെയാണ് വളരെ പണ്ട് ഒരുമിച്ച് പഠിച്ചതായിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് അകത്തേക്ക് കടക്കാൻ പറ്റിയത്? അതിനുള്ള ഉത്തരമാണ് ശ്രീ ശുക ബ്രഹ്മർഷി ആദ്യം പറഞ്ഞത്. ഭഗവാൻ ബ്രഹ്മണ്യനും ശരണ്യനുമാണ്. ഉള്ള് എങ്ങനെയാണ് ചെന്ന് കയറുന്നത്, ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഭഗവാന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വരുന്ന ആളുടെ ശുദ്ധത മനസ്സിലാക്കിക്കൊണ്ട് ആ ആൾക്ക് അകത്തേക്ക് പ്രവേശനം കിട്ടി. എന്നിട്ടോ ഗൃഹം ദ്വഷ്ടസഹസ്രാണാം മഹിഷീണാം ഹരദ്വിജ വിവേശൈകതമം ശ്രീമദ് ബ്രഹ്മാനന്ദം ഗതോ യഥാ. 16,008 ഭാര്യമാരുണ്ട്. അവരുടെ ഒക്കെ കൊട്ടാരങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് ദ്വാരകയിലുണ്ട്. ആ പ്രദേശത്തേക്ക് കടന്നപ്പോഴേക്കും ബ്രാഹ്മണനാകെ മട്ടമൊക്കെ മാറി. ഒരു ആനന്ദം അങ്ങോട്ട് ശരീരത്തിൽ വന്ന് ഭവിച്ചു, മനസ്സിൽ വന്ന് കയറി. പിന്നെ ദുഃഖങ്ങളൊന്നും അറിയാതെയായി. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആനന്ദഭരിതനായിട്ടാണ് പിന്നെ അങ്ങോട്ട് നടന്നു പോയത്. അങ്ങനെ ദൂരെ നിന്ന് ധാരാളം കൊട്ടാരങ്ങളുണ്ട്. 16,008 പത്നിമാരുടെ കൊട്ടാരങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നിലിരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണനും പത്നിയും കൂടിയിട്ട്. അവിടെ ഇരുന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ദൂരത്ത് നിന്ന് വരുന്ന ആ ബ്രാഹ്മണനെ ഭഗവാൻ കാണുന്നത്. തമ്മിലോക്യ അച്യുതോ ദൂരാത് പ്രിയാ പര്യങ്കമാസ്ഥിത സഹസോത്ഥായ ചാഭ്യേദ്യ ദോർഭ്യാം പര്യഗ്രഹീൻ മുദാ. തം വിലോക്യ അച്യുത, ദൂരെ നിന്നുകൊണ്ട് തന്നെ അച്യുതൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ബ്രാഹ്മണനെ കാണുകയും ചെയ്തു. എവിടെ ഇരുന്നിരുന്നത്? പത്നിയോട് കൂടിയിട്ട് കട്ടിലൊക്കെ ഇരുന്നിങ്ങനെ ഓരോരോ വർത്തമാനങ്ങള് ചാടുഫലിതം ചൊല്ലിയിടുമാ കേശവൻ താഴെ തന്റെ വയസ്യനായ ധരണീ ദേവേന്ദ്രനെ കണ്ടുടൻ എന്ന് പറയുന്ന ആ വരികള്. ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ടുള്ള ആ കുചേലനെ ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും ശ്രീകൃഷ്ണൻ താൻ ഇരിക്കുന്നതായ കട്ടിലിൽ നിന്ന് അങ്ങോട്ട് എണീറ്റിട്ട് ഓടി താഴത്തേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ടോ സഖ്യുപ്രിയസ്യ വിപ്രശേരംഗസംഗാതി നിർവൃത പ്രീതോവ്യമുഞ്ചത ബിന്ദൂൻ നേത്രാഭ്യാം പുഷ്കരേക്ഷണ. ആ പഴയ ഓർമ്മകളൊക്കെ വന്നിട്ട് ശ്രീകൃഷ്ണന്റെ കണ്ണിൽ നിന്നാണ് കണ്ണീരിങ്ങനെ ഇടതടമില്ലാതെ വന്നത്. നമ്മളെല്ലാവരും വിചാരിക്കുക ബ്രാഹ്മണനായിരിക്കും ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ആദ്യം കരയാന്നാണ്. അങ്ങനെയല്ല ഉണ്ടായത്. കണ്ണുകളിൽ നിന്ന് ബിന്ദുക്കൾ, അശ്രുബിന്ദുക്കൾ താഴേക്ക്
ഇടതടമില്ലാതെ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. എപ്പോൾ ശ്രീകൃഷ്ണൻ ഈ ബ്രാഹ്മണനെ ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ. അധോപവേശ്യപര്യങ്കേ സ്വയം സഖ്യു സമർക്കണം ഉപഹൃത്യാവനിജ്യാസ അസ്യ പാദോ പാദാവനേജനീ അഗ്രഹീ ശിരസാരാജൻ ഭഗവാൻ ലോകപാവന വ്യലിംബ ദിവ്യഗന്ധേന ചന്ദനാഗരുകുങ്കുമൈ. അങ്ങനെ അവരവരെവിടെയായിരുന്നു പത്നിയോടുകൂടി ഇരുന്നിരുന്നത്, ആ കട്ടിലിൽ ഈ ബ്രാഹ്മണനെ കൊണ്ടിരുത്തിയിട്ട് വേണ്ട അതിഥി പൂജകളൊക്കെ ചെയ്തു. മാത്രമല്ല കാല് കഴുകിയിട്ട് ആ ജലമുണ്ടല്ലോ, തീർത്ഥം, അത് അവരവരുടെ ശിരസിലും തെളിച്ചു. അങ്ങനെ എല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന സകല സ്ത്രീജനങ്ങളും ആ 16,008 ഭാര്യമാരും എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ആളാരാ ശ്രീകൃഷ്ണന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നോ? ഇതാരായിരുന്നു? എന്താണ് ഇദ്ദേഹത്തിന് ഭഗവാന്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്നുള്ളതൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭഗവാൻ വളരെ തുറന്ന ഒരു സമീപനം, തുറന്ന മനസ്സോട് കൂടിയിട്ടാണ് ആ ബ്രാഹ്മണനെ കുചേലനെ വരവേറ്റത്. ശരീരത്തില് ചന്ദനം, കുങ്കുമം, അതിരു ഒക്കെ ലേപനം ചെയ്തു. ഇതൊക്കെ അതിഥി സത്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നതാണ്. കാല് കഴുകിക്കുക, അതുപോലെ കുടിക്കാനും മുഖം കഴുകാനും ഒക്കെ വെള്ളം കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ പതിവുകളിൽ ഒന്നാണ്. അതൊക്കെ ശ്രീകൃഷ്ണൻ ഈ ബ്രാഹ്മണന് വേണ്ടി ചെയ്തു കൊടുത്തു. ധൂപൈ സുരഭിർമിത്രം പ്രദീപാവലിഭിർമുദാ അർച്ചിത്വാ വേദ്യതാംബൂലം ഗാം ച സ്വാഗതമബ്രവീത്. അതുപോലെ ധൂപം ഒക്കെ അതിന്റെ അതിരൊക്കെ പുകയ്ക്കുക, നല്ല സുഗന്ധമുള്ള ഒരു ഭാഗമാക്കിയിട്ട്, അതുപോലെ തന്നെ വിളക്കുകളൊക്കെ കൊളുത്തി വെച്ചിട്ട് പശുദാനം നടത്തി എന്നൊക്കെയാ പറയുന്നത്. ഗാം, പശുവിനെ ദാനം ചെയ്യുക, ഇതൊക്കെ ഈ അതിഥികളെ സത്കരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ചില രീതികളാണ്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സ്വാഗതങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്രകാരം പറയാൻ തുടങ്ങി. അപ്പോ അവിടെ ആ കുചേലന്റെ ഒരു രൂപം പറയാണ്, വളരെ ഭംഗിയായിട്ട് പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി. കുചൈനം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദേവീ പര്യചരത് സാക്ഷാത് ചാമരവ്യജനേന വൈ. ചാമരവ്യജനം എന്താണ്? ചാമരം എന്ന് പറഞ്ഞാല് വെൺചാമരം. നമ്മൾ വെൺചാമരം എന്ന് പറയാറുണ്ട്. ആ പഴയ കാലത്ത് വിശറി കൊണ്ട് വീശി കൊടുക്കുകയാണ്. ആരാണ് വീശി കൊടുക്കുന്നത്? സാക്ഷാത് ലക്ഷ്മി ഭഗവതിയാണ്. എങ്ങനെയുള്ള ബ്രാഹ്മണനെയാണ്? അതാണ് കുചൈനം, ചീത്ത വസ്ത്രമാണ് എടുത്തിരിക്കുന്നത്, മലിനമായിട്ടുള്ള ഒരു വേഷമാണുള്ളത്, ക്ഷാമം, ക്ഷീണിച്ചവനാണ്, ബ്രാഹ്മണനാണ്. മാത്രമല്ല ധമനി സന്തതം. എന്താ അങ്ങനെ ഒരു വാക്ക്? ധമനി എന്ന് പറഞ്ഞാല് സിരകളൊക്കെയാണ്. അതൊക്കെ അതിനെ പൊന്തി നിൽക്കുക. എപ്പോഴാണ് അതൊക്കെ പൊന്തി നിൽക്കുക? ക്ഷീണിച്ച ശരീരം ഇങ്ങനെ വല്ലാതെ വലിയുമ്പോഴാണ് ഈ ഞരമ്പുകളൊക്കെ പൊന്തി നിൽക്കുക. അത് ചിത്രം വരച്ചതുപോലെയാണ് പറയണത്. അങ്ങനെയൊക്കെ ഉള്ളതായ ആ മഹാത്മാവായിട്ടുള്ള ബ്രാഹ്മണനെ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണ് വെഞ്ചാമരം വീശിക്കൊടുത്തത്. അന്തഃപുരജനോ ദൃഷ്ട്വാ കൃഷ്ണേ രാമലകീർത്തിന വിസ്മിതോ ഭൂതി പ്രീത്യാ അവധൂതം സഭാജിതം. ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഒരാളെ ഇത്ര കാര്യമായിട്ട് പൂജിക്കുന്നുവോ, ആരാധിക്കുന്നുവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അന്തഃപുരത്തിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ അത്ഭുത പരതന്ത്രരായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊരു പുണ്യമാണ് ഈ ഭിക്ഷു ചെയ്തത്! കിമനേന കൃതം പുണ്യമവധൂതേന ഭിക്ഷുണ ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാധമേന ച. ഇത്ര കണ്ടാൽ ഒന്നിനും കൊള്ളാത്തവനായ, ഒട്ടും ശ്രീയില്ലാത്ത, ഒരു ഐശ്വര്യവും ഇല്ല, കണ്ടാൽ തന്നെ തോന്നും വളരെ പരമദരിദ്രനാണെന്ന്. അങ്ങനെയുള്ള ഈ ബ്രാഹ്മണനെ ഇത്രയ്ക്കധികം ശ്രീകൃഷ്ണൻ പൂജിക്കണമെങ്കിൽ ഇയാൾ എന്തൊരു പുണ്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആലോചിക്കുകയാണ്. യോസൗ ത്രിലോകഗുരുനാ ശ്രീനിവാസേന സംഭൃത പര്യങ്കസ്ഥാം ശ്രിയം ഹിത്വാ പരിഷ്യത്വഗ്രജോ യഥാ കഥയാൻ ചക്രദുർഗാഥാ പൂർവാ ഗുരുകുലേ സതോ ആത്മനോ ലളിതാരാജൻ കരോ ഗൃഹ്യ പരസ്പരം. കയ്യില് കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, പ്രത്യേകിച്ച് പുരുഷന്മാര്. അവരിങ്ങനെ കൈ കോർത്തിരിക്കുകയൊന്നുമില്ല. സ്ത്രീകൾ ചിലപ്പോൾ കൈയൊക്കെ കോർത്ത് പിടിച്ച് അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും, ഏത് പ്രായത്തിലും ചെയ്യും. പക്ഷെ പുരുഷന്മാർ അങ്ങനെയുള്ള ആ ഒരു സ്പർശനത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നവരല്ല. എന്നിട്ടും
കൃഷ്ണൻ കൈ പിടിച്ച് കൊണ്ടിരുത്തി കഴിഞ്ഞിട്ടും കയ്യിൽ നിന്ന് വിടണമെന്നില്ല, കൈ അമർത്തി പിടിച്ചുകൊണ്ട്. ഓർക്കണുണ്ടോ നമ്മൾ പണ്ട് പഠിക്കാൻ പോയ കാര്യം, ആ കാലത്തെ കഥകളൊക്കെ ഓർക്കണുണ്ടോ അങ്ങ് എന്ന് വളരെ ലളിതമായിട്ട് വളരെ രസകരമായിട്ട് ചോദ്യമൊക്കെ ചോദിച്ചു, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാൻ ചോദിക്കാണ്. അഭിബ്രഹ്മൻ ഗുരുകുലാത് ഭവതാലബ്ധദക്ഷിണാത് സമാവൃത്തേന ധർമ്മജ്ഞ ഭാര്യോഢ സദൃശീനവ. വ്യക്തമൊന്നുമല്ല, അങ്ങ് പണ്ടേ എല്ലാത്തിനോടും ഒരു വിരക്തിയുള്ള ആളാണ്. എന്നാലും ചോദിക്കട്ടെ, ആ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് സാന്ദീപനിയുടെ ആശ്രമത്തിൽ നിന്ന് പോയതിനു ശേഷം അങ്ങക്ക് ചേർന്നൊരു പത്നിയെ, ഒരു ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ചല്ലോ അല്ലേ? അതാണ് ഊഢ ഭാര്യ, ഊഢ സദൃശി നവ. ചോദ്യാണ്, അങ്ങക്ക് ചേർന്നൊരു പത്നിയെ വിവാഹം കഴിച്ചില്ലേ? പ്രായോ ഗൃഹേഷു തേ ചിത്തകാമം വിഹിതം തഥാ ചിത്തമകാമ വിഹിതം തഥാ നൈവാതിപ്രിയസേ വിദ്വൻ ധനേഷു വിദിതം ഹിമേ. എനിക്കറിയാം, മേ വിദിതം, എനിക്ക് നല്ലോണം അറിയാം, അങ്ങയുടെ പഴയ സ്വഭാവം എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത്. അങ്ങ് വിവാഹം കഴിച്ചുവോ? വിവാഹം കഴിച്ചാൽ കുടുംബം ഉണ്ടാവും, കുടുംബം ഉണ്ടായാൽ അതിനെ പോറ്റേണ്ടി വരും. ഇതിലൊന്നും അങ്ങക്ക് പണ്ടേ തന്നെ യാതൊരു താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് വിവാഹമൊക്കെ കഴിച്ചുവോ? കുടുംബമുണ്ടോ? വേണ്ട കാര്യങ്ങളൊക്കെ അതൊക്കെ വേണ്ടതുപോലെ നടക്കണില്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കേജിക്കുർവന്തി കർമാണി കാമൈരഹതചേതസ ത്യജന്ത പ്രകൃതിർദേവീർയഥാഹം ലോകസംഗ്രഹം കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ സ്മരസി നവ്യത ദ്വിജോ വിജ്ഞായ വിജ്ഞേയം തമസഃ പാരമശ്രുതേ. അന്ന് ആ കുട്ടിക്കാലത്ത് നമ്മള് ആ ഗുരുവിന്റെ അടുത്ത് പോകുന്ന കഥകളൊക്കെ അന്ന് ഓർക്കണില്ലേ? ഗുരു എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ അജ്ഞാനങ്ങളെ മുഴുവനും ഇല്ലാതെയാക്കി തരുന്ന ആളല്ലേ ഗുരു. അതുകൊണ്ട് ഞാനും ഗുരു, അതാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ആശ്രയിക്കുന്ന ഗുരു എന്ന് പറയുന്നത് ആ ഗുരു ഞാൻ തന്നെയാണ്. അവിടേക്കാണത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഗുരുവിനെ വർണ്ണിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചില വാക്കുകള് ബ്രാഹ്മണനോട് പറയുന്നുണ്ട്. അതായത് ഗുരുവിനെ എപ്രകാരമാണോ ആരാധിക്കുന്നത് അപ്രകാരം തന്നെയാണ് എന്നെയും ആരാധിക്കേണ്ടത്, പരബ്രഹ്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാനെയും ആരാധിക്കേണ്ടത്. ഗുരുവിന്റെ അനുഗ്രഹമാണല്ലോ നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല മാർഗം, ജീവിതത്തിനുള്ള മാർഗം കാണിച്ചു തരുന്നത് എന്ന് പറയാണ്. സവൈ സത്കർമ്മണാം സാക്ഷാത് ദ്വിജാദേരിക സംഭവ ആദ്യോംഗ യത്ര അശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു. അതായത് നമ്മളിവിടെ ജീവിക്കുമ്പോ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ജനിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് അച്ഛനമ്മമാരാണ്. അവരെയാണ് ആദ്യത്തെ ഗുരുക്കന്മാരായിട്ട്. അച്ഛനെ പറ്റിയിട്ടാണ് പറയണതെങ്കിലും അച്ഛൻ എന്ന് പറയുന്നതോടുകൂടി തന്നെ അമ്മയെയും ഗ്രഹിക്കേണ്ടതാണ്. അച്ഛനും അമ്മയുമാണ് നമ്മുടെ ആദ്യത്തെ ഗുരുക്കന്മാര്. അവരെ എന്തായാലും നമ്മള് ബഹുമാനിക്കുക തന്നെ വേണം. അച്ഛനമ്മമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ശ്രേയസ്കരമായിട്ട് ഭവിക്കുകയില്ല. അത് കഴിഞ്ഞാല് നമുക്ക് നടത്തി തരുന്ന, നമ്മളെ ഉപകരിച്ച് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഗുരു. അതുപോലെ തന്നെയാണ് പരമഗുരുവായിട്ടുള്ള പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനും. നന്വർത്ഥഗോവിദോ ബ്രഹ്മൻ വർണ്ണാശ്രമവദാമിഹ യേ മയാ ഗുരുണാ വാചാ തരത്യഞ്ജോ ഭവാർണവം. ഗുരുക്കന്മാരുടെ വാക്ക് കേട്ട് മുമ്പാക്കം പോകുന്ന ഒരാള് വളരെ വേഗം തന്നെ ഭവാർണവം സംസാരസാഗരം, അതിനെ മറികടക്കും. നമുക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ തരുന്ന ആളെയാണ്, അതിന് വേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ തരുന്ന ആളെയാണ് നമ്മള് ഗുരു എന്ന് വിളിക്കാൻ പാടുള്ളൂ. അല്ലാത്തവരൊന്നും ഗുരുക്കന്മാരെയല്ല. നാഹം ഇജ്യാ പ്രജാവിഭ്യാം തപസോപശമനേവ തുഷ്യേയം സർവഭൂതാത്മാ ഗുരുശുശ്രൂഷയാ യഥാ അഭിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരൗ ഗുരുദാരൈശ്ചോദിതാനാമിന്ധനാലയനേ ക്വചിത്. അങ്ങനെ ഗുരുവിന്റെ ആ ശ്രേഷ്ഠതകളെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, നമ്മൾ അവിടെ പഠിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായത് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അത്? ഗുരുദാര ചോദിതം. ഗുരുദാരങ്ങൾ, ഗുരു തന്നെ, അധ്യാപകൻ. ഗുരുദാരം എന്ന് പറഞ്ഞാല് ഗുരുവിന്റെ പത്നി.
ആ ഗുരുവിന്റെ പത്നി പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കല് വിറക് പറക്കാൻ പോയത് ഓർക്കുന്നുണ്ടോ? അതാണ് ഗുരുദ്വാരേശ്ചോദിതാനാം ഇന്ധനാനയനെ. ഇന്ധനം വിറക്. അമ്മ പറഞ്ഞു, ഗുരുപത്നി പറഞ്ഞു വിറകില്ല, അടുക്കളയിൽ കത്തിക്കാൻ വിറകില്ല എന്ന് പറഞ്ഞപ്പോൾ വിറക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരുമല്ല, കുറെ പേരുണ്ടായിരുന്നു, കുറെ ശിഷ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ രണ്ടുപേരും പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഓർക്കുന്നുണ്ടോ? എന്നിട്ടോ പ്രവിഷ്ടാനാം മഹാരണ്യമഭർത്തൗ സുമഹദ്വിജ വാദവശ്രമഭൂവോ തീവ്രം നിഷ്ഠുരാസ്തനൈനവ. വിറകൊക്കെ പറക്കി കെട്ടി പോരാനൊക്കെ പുറപ്പെട്ടപ്പോഴേക്കും കഠിനമായിട്ടുള്ള മഴ പെയ്തു. അഭർത്തു വർഷം തദമർഷികാലനേ എന്ന് മേൽപ്പത്തൂര് പറയും. അഭർത്തു എന്ന് പറഞ്ഞാല് കാലം തെറ്റി പെയ്യുന്ന മഴ. അപ്പൊ മഴ പെയ്യുന്നൊന്നും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അവര് പ്രത്യേകിച്ച് അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാതെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ മഴ കഠിനമായിട്ട് പെയ്തു. അവർക്ക് ആർക്കും പുറത്തേക്ക് വരാൻ പറ്റിയില്ല, കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റിയില്ല. വെള്ളം നിറഞ്ഞു, ഭയങ്കര ഇടിവെട്ട്. അതാണ് സ്തനയിത്നവ. സ്തനയിത എന്ന് പറഞ്ഞാൽ ഇടിവെട്ടിന്റെ ശബ്ദം, ഭയങ്കര ഇടിവെട്ട്. മേഘങ്ങളൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുന്ന വിധത്തില് കുട്ടികളല്ലേ എല്ലാവരും, അവർക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായി. അപ്പൊ അവരാരും പുറത്തേക്ക് വരാൻ പുറപ്പെട്ടില്ല. സൂര്യശ്ചാസ്തം ഗതസ്താവത്തമസാ ചാവൃതാദിശ നിന്നം കൂലം ജലമയം ന പ്രാജ്ഞായത കിഞ്ചന വയം ഭൃജം മഹാനിലാംബുഭിർനിഹന്യമാനാമൂരംബു സംപ്ലവേ ദിശോ വിദന്തദോധ പരസ്പരം മനെ ഗൃഹീതഹസ്ത പരിബഭ്രിമാതുരാ. എല്ലാവരും പേടിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ കൂടി കാട്ടിൽ ഇങ്ങനെ ചുറ്റി നടന്നു. അവർക്ക് വഴി ഏതാന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചു, ദിക്കുകളിലൊക്കെ ഇരുട്ടായി. വഴി ഏതാ കാടേതാന്ന് നിശ്ചയില്ലാത്ത വിധത്തിൽ നിറയെ വെള്ളവും പൊന്തി. വഴി കാണാതെ ഈ ബാലകന്മാര് മുഴുവനും കാട്ടില് ചുറ്റിക്കറങ്ങി. അങ്ങനെ എല്ലാവരും കൈകോർത്ത് പിടിച്ചിട്ടുണ്ട്. ആരും കൂട്ടം തെറ്റിയൊന്നും പോവാതിരിക്കാൻ വേണ്ടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാട്ടിലൂടെ നമ്മള് സഞ്ചരിച്ചില്ലേ. എന്നിട്ടോ ഏതദ്വിദിത്വാ ഉദിതേരവൗ സന്ദീപനിർഗുരും അന്വേഷമാണോ നശിഷ്യാനാചാര്യോ പശ്യദാതുരാൻ. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഗുരു വെളിച്ചായപ്പോഴേക്കും ഉദിതേരവൗ, രവി ഉദിച്ചപ്പോൾ, വെളിച്ചാവുന്ന കാലത്ത് ഓടി വരുവാണ് സാന്ദീപനി. ഓടി വന്നിട്ട് ഈ ബാലകന്മാരെ കെട്ടിപ്പുണർന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയാണ്. എന്താ പറഞ്ഞത്? അഹോ ഹേ പുത്രകായൂയം അസ്മദർത്ഥേതി ദുഃഖിതാഃ ആത്മാ വൈ പ്രാണിനാം പ്രേഷ്ഠസ്തമനാദൃത്യമത്പരാ. എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ശിഷ്യന്മാരെ ഒന്നും അല്ല വിളിക്കുന്നത്, പുത്രകായ, എന്റെ പുത്രന്മാരെ, നിങ്ങള് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര കണ്ട് ബുദ്ധിമുട്ടി, ഇവിടെയൊക്കെ ചുറ്റി നടന്നു. സാധാരണ ആരും അതൊന്നും ചെയ്യില്ല, അവരവരുടെ ജീവനും കൊണ്ട് ഓടുക ചെയ്യുക. മഴ വരുന്നുണ്ട്, ആ വിറകൊക്കെ അവിടെ കിടന്നോട്ടെ, നാളെ വേണമെങ്കിൽ നോക്കാം. ഇത് ഗുരുഭക്തി പറഞ്ഞിട്ടല്ലേ, ഗുരു എന്നല്ലല്ലോ പറഞ്ഞത്. തൽക്കാലം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് പോവുകയാണ് പൊതുവെ കുട്ടികളൊക്കെ പതിവ്. പക്ഷേ ഹേ പുത്രകന്മാരെ, നിങ്ങൾ എല്ലാവരും, ഞാനെന്താ പറഞ്ഞത്? ഞാൻ പോലും അല്ല പറഞ്ഞത്, ഗുരുപത്നി പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ടും അതൊക്കെ കേട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാട്ടിലൊക്കെ നടന്ന് വിറക് പറക്കി മഴയായിട്ട് പോരാൻ പറ്റാതെ വല്ലാതെ വിഷമിച്ചുവല്ലോ. ഏതദേവ സച്ഛിഷ്യൈ കർത്തവ്യം ഗുരുനിഷ്കൃതം യുദ്ധഭാവേന സർവാർത്ഥാത്മാർപ്പണം ഗുരവു. ഏറ്റവും ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായി ഇത്. ആരും ചെയ്യില്ല, ഒരു ശിഷ്യന്മാരും ഇത്രയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ, അതാണ് അനുഗ്രഹിക്കുന്നത്. സാന്ദീപനി പറയുകയാണ്, നിങ്ങൾ പഠിച്ച വേദങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ പഠിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉപകാരപ്രദമാവട്ടെ. തുഷ്ടോഹം ഭോദിജശ്രേഷ്ഠാഃ സത്യാഃ സന്തു മനോരഥാഃ ഛന്ദാംസ്യായതയാമാനി ഭവന്വിഹ പരത്രജ. ഇപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസം. അതാണ് ഛന്ദാംസി. ഛന്ദാംസി എന്ന് പറഞ്ഞാല് വേദങ്ങൾ എന്നർത്ഥം. എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ നിന്ന് എന്റെ അടുത്ത് നിന്ന് പഠിച്ചത്, അത് മുഴുവനും നിങ്ങൾക്ക് ഇപ്പോഴുമല്ല എപ്പോഴും പ്രയോജനപ്പെടുമാറാകട്ടെ എന്നുള്ള അനുഗ്രഹം നമുക്ക് കിട്ടിയത് ഓർക്കുന്നില്ലേ എന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ്.
ഇത്തം വിധാന്യനേകാനി വസതാം ഗുരുവേശ്മസു ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. എപ്പോഴും നമ്മൾ ഓർക്കുന്നതായിട്ടുള്ള ഏറ്റവും ഗരിമയുള്ളതായിട്ടുള്ള ഒരു വാക്യമാണിത്. പലപ്പോഴും നമ്മൾ പലതിനും ഉപയോഗിക്കാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നൊന്നും മനസ്സിലായിട്ടാവില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടത് എവിടെ നിന്നാണ് എന്നും അല്ലാതെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതാണ് ഗുരുവിന്റെ അനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണ. എപ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണനായി തീരുന്നത്? ഗുരുവിന്റെ അനുഗ്രഹം കിട്ടുമ്പോൾ. ഗുരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതൊക്കെ ഗുരുക്കന്മാരെ നമ്മള് സൂചിപ്പിച്ചുവോ അവരുടെ ഒക്കെ ഉണ്ട്. നമ്മളെ പഠിപ്പിച്ച ആള്, നമ്മളെ ഉപനയിച്ച ആള്, അച്ഛനമ്മമാര്, ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് പൂർണ്ണത ഉണ്ടാവുള്ളൂ, പ്രശാന്തിയും ഉണ്ടാവുള്ളൂ. പ്രശാന്തി എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഒഴിവാകണമെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ വന്ദിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഗരിമയുള്ളതായിട്ടുള്ള കുറെ വാക്യങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ് ബ്രാഹ്മണനെ, കുചേലനെ. നമുക്കായിട്ടും കുറെ പാഠങ്ങള് ഇതിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് ഭഗവാൻ വ്യാസമഹർഷി. അങ്ങനെ കിമസ്മാവിരനിർവൃത്തം ദേവദേവ ജഗദ്ഗുരോ ഭവതാ സത്യകാമേന യേഷാം വാസോ ഗുരാവഭൂത് യസ്യ ഛന്ദോമയം ബ്രഹ്മ ദേഹ ആവബലം വിഭോ ശ്രേയസാം തസ്യ ഗുരുഷു വാസോത്യന്ത വിഡംബനം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറയാണ്, എന്തിനാണ് അങ്ങ് വിദ്യാഭ്യാസത്തിന് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കളിയാണ്, വിഡംബന എന്ന് പറയും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും അങ്ങേക്കില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഭഗവാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ പഠിക്കാൻ പോയില്ല, എന്താ ഉപനയിക്കാഞ്ഞത്, എന്താണ് സമാവർത്തനം നടത്താഞ്ഞത് എന്നുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവണ്ടാച്ചിട്ട് വെറുതെ ചെയ്തതല്ലേ. അല്ലാതെ അങ്ങേക്ക് ഒരു സാന്ദീപനിയുടെ അടുത്ത് പോയിട്ട് വല്ലതും പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് കുചേലൻ തമാശയായിട്ട് അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ 80-ാമത്തെ അധ്യായം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശ്രീരാമചരിതം നാമ അശീതിതമോ അധ്യായ സമാപ്ത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവര് തമ്മിൽ കണ്ടു വർത്തമാനമൊക്കെ പറഞ്ഞു എന്നാണ്. ഈ ഒരു വർത്തമാനത്തിന്റെ കൂട്ടത്തില് എന്താ ഉണ്ടായത്? ബ്രാഹ്മണൻ സകലത്തും മറന്നുപോയി, അല്ലെങ്കിൽ തന്നെ എല്ലാം മറന്നു. ശ്രീകൃഷ്ണന്റെ ഏറ്റവും രസകരമായിട്ടുള്ള വാക്കുകള്, അതുപോലെ സ്വാഗതം, അതുപോലെ ആതിഥ്യ മര്യാദ, ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും താൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളത് ഓർമ്മയില്ലാതെ തിരിച്ചു പോകുമ്പോഴാണ് പിന്നെ ഓർക്കണത്. ആ ഭാഗമാണ് ഇവിടെ ശ്രീകൃഷ്ണൻ ശ്രീശുക ഉവാച എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ സ്വഭാവത്തിനെ പറ്റിയിട്ടൊന്ന് പറയാണ്. സയിദ്ധം ദ്വിജമുഖ്യേന സഹസം കഥയൻ ഹരി സർവഭൂതമനോഭിജ്ഞ സ്മയമാന ഉവാചതം. ചിരിച്ചുകൊണ്ടാണ്, സ്മയമാന, പുഞ്ചിരിച്ചുകൊണ്ട്. ഭഗവാന്റെ മുഖത്തെ പുഞ്ചിരി മായാറില്ല. വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രഹസൻ പ്രിയം പ്രേംനാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സദാം ഗതി. ആ ഒരു ചിരിയിൽ വളരെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അത്രേ ഭഗവാന്റെ ചിരിയില്. എന്തായിരുന്നു? അങ്ങ് എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഒരു നിരീക്ഷണം, ഒരു കടക്കൻ കടാക്ഷം ഉണ്ടായി. ആ ചിരിയും കടക്കൻ കടാക്ഷവും ഒക്കെ വേറെന്തിനെയൊക്കെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്ന് ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്. ഭഗവാന്റെ വാക്കുകളാണ്. കിമുപായനമു ആനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാത് അണ്വപ്യുപാഹൃതം ഭക്തൈഃ പ്രേംനാ ഭൂര്യേവ മേ ഭവേത് ഭൂര്യപ്യഭക്തോപഹൃതം നമേ ദോഷായ കൽപ്പതേ. 2 വാക്യങ്ങളാണ് ഭഗവാൻ വളരെ കൃത്യമായിട്ട് പറയണത്. എന്താണ്? എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് ഗൃഹത്തിൽ നിന്ന് വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ലേ? ഭവതാ ഗൃഹാത് കിമുപായനമാനീതം. എന്താണ് എനിക്ക് വേണ്ടിയിട്ട് തരാൻ വേണ്ടി കൊണ്ടുവന്നേക്കണത്? നമ്മൾ ആരും ചോദിക്കില്ല അങ്ങനെയൊന്നും. പക്ഷെ ശ്രീകൃഷ്ണൻ അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒപ്പം പഠിച്ചവരോട് അങ്ങനെയാ വേണ്ടത്. നമുക്ക് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം കൂട്ടുകാരോട്.
അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടുകാരെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളരെ ഔപചാരികമായിട്ട് പെരുമാറുന്ന ആൾക്കാരൊന്നും കൂട്ടുകാരൊന്നും അല്ല. ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ്, എന്താ എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്? ഇനി അണ്വവി, വളരെ ചെറുതായാലും മതി, അണു ആയാലും മതി, തിരിയല്ലോ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ്. പ്രേംനാ ഭൂര്യേവമേ ഭവേ, എനിക്ക് അത്രയും കിട്ടിയാൽ മതി, എനിക്ക് വളരെ സന്തോഷവും. ഇനി ഒരു ഭക്തി ഇല്ലാതെ വലിയ കുറെ സാധനം തന്നു, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഭൂര്യപ്യഭക്തോപകൃതം, ഭക്തിയൊന്നും ഇല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആനയെ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ വലിയ സ്വർണ്ണക്കിരികളും കൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് ഓരോന്ന് കൊണ്ട് കൊടുക്കണേലൊന്നും വലിയ അർത്ഥമില്ല. കൊടുത്തോളൂ, പക്ഷെ ഉള്ളു നിറഞ്ഞുകൊണ്ട്, മനസ്സ് നിറഞ്ഞുകൊണ്ട്, അവരവർക്ക് ഉള്ളു ചുറ്റുകൊണ്ട് വേണം കൊടുക്കാൻ. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശുദ്ധിക്ക് വേണ്ടിയിട്ട്, മനസ്സ് നന്നാവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്തോളൂ. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, വലിപ്പ ചെറുപ്പങ്ങൾ എനിക്ക് വ്യത്യാസമേ ഇല്ല. അതാണ് ഭഗവാൻ പറയണത്. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃത്യം ഉപഹൃതം അശ്നാമി പ്രയതാത്മന. എന്താണോ കൊണ്ടുവരുന്നത്? പത്രം, ഇല എന്ന് പറയുമ്പോ നമ്മൾ തുളസി ഇല പോലെയുള്ളതൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഭഗവാന്റെ അടുത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്, നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, പൂജിക്കാൻ വേണ്ടി, ഭജിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്ത് വേണമെങ്കിലും കൊണ്ടുപോവാം. ഇലയായിക്കോട്ടെ, പുഷ്പം, പൂക്കളായിക്കോട്ടെ, ഫലം, പഴങ്ങളായിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. ഭക്തിയ, അവിടെയാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ പറഞ്ഞ സാധനങ്ങളോട് കൂടിയിട്ട് ഒരെണ്ണം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. ഭക്തിയോട് കൂടിയിട്ട് എനിക്ക് അർപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. അതിന് ഇത്ര വലിപ്പം, ഇന്ന അളവ്, ഇന്ന സാധനം എന്നൊന്നും ഇല്ല. ഇതൊക്കെ പറഞ്ഞിട്ടും ബ്രാഹ്മണൻ അവന് കൊടുത്തില്ല. എന്താ, മോശമായാലോ? ഇതാണല്ലോ നമുക്കൊക്കെ പേടി. കൊടുത്തിട്ട് മോശമായാലോ അതിലും ഭേദം കൊടുക്കാതിരിക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തില്ല. പതയേ ശ്രീയ, അതൊക്കെയാണ് വാക്കുകളുടെ പ്രയോഗം. വ്രീഡിത, മോശം കൊണ്ട്, ലജ്ജ കൊണ്ട് കൊടുത്തില്ല. ആർക്കാ കൊടുക്കാതിരിക്കണത്? ശ്രീയപതി, എല്ലാ ഐശ്വര്യങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ള ഭഗവാന് ഞാൻ കൊടുക്കുന്നത് ഒരു ചെറിയ കിഴി അവിലാണ്. ഇതൊക്കെ കൊടുക്കാൻ പാടോ, കൊടുക്കാൻ വയ്ക്കോ എന്നുള്ള പേടി കൊണ്ട് കൊടുത്തില്ല. അപ്പോ പൃഥുക പ്രസൃതിം പ്രയച്ഛത വാങ്മുഖ, നാണം കൊണ്ട് തല കുനിച്ചിരിക്കല്ലാണ്ട് ഒന്നും ചെയ്തില്ല. ഇതൊക്കെ പറയണമെന്നൊക്കെ കേട്ടു, പക്ഷെ ഒന്നും പിന്നെയും കൊടുക്കാൻ പുറപ്പെട്ടില്ല. സർവഭൂതാത്മദൃക് സാക്ഷാത് തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജത്പുര. കൃഷ്ണനറിയാം ഈ ആള് വന്നിരിക്കുന്നത് ഐശ്വര്യത്തിന് വേണ്ടിയല്ല. ശ്രീകാമ, ശ്രീയെ കാമിച്ചുകൊണ്ട് ഒരിക്കലും ഈ ബ്രാഹ്മണൻ എന്നെ ആശ്രയിച്ചിട്ടില്ല. പണ്ട് കാലത്ത് ഇതുവരെയും ഇവിടെ വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഒന്ന് ഭജിക്കുമ്പോൾ എനിക്ക് ധനമുണ്ടാവണേ, ഞാൻ വലിയ സ്വത്തുകാരനാവണേ, എനിക്ക് ഇത്ര അളവില് ധനമുണ്ടാവണം എന്നൊന്നും പ്രാർത്ഥിക്കാത്ത ആളാണ് ഈ കുചേലൻ, ശ്രീരാമാവ്. അതുകൊണ്ട് അതിനൊന്നും അല്ല വന്നേക്കണത്. ഈ ബ്രാഹ്മണന്റെ ഉള്ളിൽ അതൊന്നുമില്ല. അത് കൃഷ്ണന് നല്ലവണ്ണം അറിയാം. എന്നിട്ടോ എന്തുകൊണ്ടാ വന്നത്? പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയ ചികിത്സയാ. നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. പത്നി നല്ലതാണ് പറയണമെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പഠിക്കണം. അത് ഈ വാക്കുകളിൽ കൂടെ ഭഗവാൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. പത്നി പറയാണ് എന്നുള്ളത് കൊണ്ട് എന്താ പറയണത് എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ട് അത് കുടുംബത്തിന് ആവശ്യമുള്ളതാണോ, ഗൃഹത്തിന്റെ ഉന്നമനത്തിനുള്ളതാണോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ആലോചിച്ചിട്ട് ചെയ്യണം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളൊരു ഉപദേശം കൂടി ഈ കുചേലന്റെ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലതാണ് അത്. ആ പത്നിക്ക് ഗൃഹം കൊണ്ട് നടക്കണം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആൾക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, ഒന്നും വേണമെന്ന് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ. കുടുംബം എന്നുണ്ടെങ്കിൽ കുടുംബം നല്ലവണ്ണം പോലെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ആയാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ കൊണ്ട് നടക്കണമെങ്കിൽ പലതും ആവശ്യമുണ്ടാവും. അത് പത്നിയുടെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ അതിനെ തടയാൻ പാടില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോ വന്നിരിക്കുന്നത് എന്ന് കൃഷ്ണന് നല്ലവണ്ണം ശ്രീകൃഷ്ണന് മനസ്സിലായി. ഇത്തം വിചിന്യ വസനാ ക്ഷീരബദ്ധാത്മന സ്വയം ജഹാര ഹിമിതവിധി പൃഥുകതണ്ടുലാൻ. എന്താ ചെയ്തത്?
എന്തായാലും ബ്രാഹ്മണൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. നാണക്കേട് കൊണ്ട് ഇത് കൊടുത്താൽ എന്താവും എന്ന് വിചാരിച്ചിട്ട് അനങ്ങാതിരിക്കുന്ന ആ ബ്രാഹ്മണന്റെ കയ്യിൽ നിന്നും അമർത്തി വലിച്ചുകൊണ്ടെടുത്തു. ജഹാര, തട്ടിപ്പറിച്ചെടുത്തു. എന്താ ഈ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നിട്ട് കാണാതെ മറച്ചു പിടിച്ചിരിക്കുകയാണോ എന്നുള്ള ആ ഒരു ചോദ്യം. നമുക്കറിയാലോ നമ്മൾ തട്ടിപ്പറിക്കുന്നത് എങ്ങനെയായിരിക്കും, ആ മുഖഭാവമൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇങ്ങനെ കണ്ണിന് കാണാനുണ്ട് ഭഗവാന്റെ. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഈ അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ ചിരിച്ചാണ് തുടങ്ങിയത്. സ്മയമാനം ആയിട്ടാണ്, ചിരിച്ചുകൊണ്ടാണ് പുറപ്പെട്ടത്. അപ്പൊ എന്തോ കാര്യമായിട്ട് ചെയ്യാൻ പുറപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മോശത്തെ, നാണക്കേടിന്റെ ലജ്ജയെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഭഗവാൻ അതൊക്കെ ചെയ്തത്. നന്വേദതു വനീതമ്പേ പരമപ്രീണനം സഖേ തർപ്പയൻ വ്യംഗമാം വിശ്വമേതേ പൃഥുക തണ്ടുല. ഈ അവിൽമണികൾ, പൃഥുക തണ്ടുലങ്ങൾ എന്നെ എത്രയാണ് സന്തോഷിപ്പിക്കുന്നത്. ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവിടെ മറച്ചു പിടിച്ചിരുന്നത്. എന്റെ ശരീരത്തിന്, എന്റെ മനസ്സിന് എത്ര തൃപ്തിയാണെന്നത്. തർപ്പണം എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എപ്പോഴും പ്രയോഗിക്കാറുണ്ട്. തർപ്പണം ചെയ്യുമോ എന്ന് സന്ധ്യകളിലൊക്കെ തർപ്പണം ചെയ്യാറുണ്ട്. ദേവന്മാർക്ക്, സൂര്യനൊക്കെ തർപ്പണം ചെയ്യാറുണ്ട്. എന്താ തർപ്പണം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? തൃപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് തർപ്പയൻ. എനിക്ക് എത്ര തൃപ്തി ഉണ്ടായത്, ഇത് കിട്ടിയപ്പോൾ എത്ര സന്തോഷം എനിക്ക് ഉണ്ടായത് എന്ന് ഭഗവാൻ കുചേലനോട് പറയാണ്. ഇതി മുഷ്ടിം സദജ്ജഗ്ധ്വാ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, 4 പിടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതില് സകൃത്ത് ഒറ്റത്തവണ ഒരു പിടി അവില് അതെടുത്തിട്ട് കഴിച്ചു. ജഗ്ധ്വാ, കഴിക്കുകയാണ്. അതങ്ങോട്ട് ചവച്ച് അരച്ച് സ്വാദായിട്ട് അങ്ങോട്ട് കഴിച്ചു. എന്നിട്ട് രണ്ടാമതൊന്നും കൂടി എടുക്കാൻ നോക്കി. അതാണ് ദ്വിതീയാം ജഗ്ധുമാദനേ. രണ്ടാമതൊരു പിടി കൂടി എടുത്തിട്ട് അത് കഴിക്കാൻ പുറപ്പെട്ടു. പെട്ടെന്ന് താവത് ശ്രീർജഗ്രഹേ ഹസ്തം, പെട്ടെന്ന് ശ്രീ ഭഗവതി വന്നിട്ട് കൈ അമർത്തി പിടിച്ച് മാറ്റി. കഴിക്കരുത്, അന്ന് ഇത് കഴിച്ചാൽ ഉണ്ടാവാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഹസ്തം തത്പരാ പരമേഷ്ഠിന, ഭഗവാന്റെ കയ്യ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി. കൈ വായില് അവിടെ നിന്ന് ഇനി കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യ് മാറ്റുകയാണ് ചെയ്തത്. ഏതാവതലം, ഇപ്പൊ തന്നെ ധാരാളമായി. അങ്ങ് ഒരു പിടി അവിന് കഴിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ധാരാളമായി. വിശ്വാത്മൻ സർവസമ്പത് സമൃദ്ധയെ, ആ ആൾക്ക്, ഈ കുചേലന് കിട്ടാനുള്ള സകല സമ്പത്തുകളും അങ്ങ് ഒരു പിടി അവിന് കഴിച്ചതോട് കൂടിയിട്ട് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തിനാ രണ്ടാമതൊരെണ്ണം കഴിക്കുന്നത്? അസ്മിൻ ലോകേനവാമുഷ്മിൻ പുംസസ്ത്വത്തോഷ കാരണം, ഇഹലോകത്തിലും പരലോകത്തിലും ഒരു മനുഷ്യന് കിട്ടേണ്ടതായിട്ടുള്ള സകല ഐശ്വര്യങ്ങളും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഇനി കഴിക്കരുത്. കഴിച്ചാൽ ഞാൻ അവിടുത്തെ ദാസിയാവേണ്ടി വരും, ഞാൻ ഇവിടെ നിന്ന് പോവേണ്ടതായിട്ട് വരും. അങ്ങനെയുമായിട്ടുള്ള സമാഗമം എനിക്ക് സദാസമയവും വേണം. ലക്ഷ്മീ സ്ഥാവല രാവണീയ ഗണദൈവേയം പരേഷ്വസ്ഥിരേത്യസ്മിൻ എന്ന് മേൽപ്പത്തൂര് പറഞ്ഞില്ലേ. വേറെ അടുത്ത് പോയിരിക്കുകയില്ലേ ലക്ഷ്മി, 5 മിനിറ്റ് പോയിരിക്കുക, അപ്പൊ തന്നെ ഓടി ഇങ്ങോട്ട് പോരും. എന്താണ്? വേർപെടാൻ വയ്യ. അപ്പൊ ഒരു പരിപാടിയാണ് ചെയ്തത്. ലക്ഷ്മി എവിടെയുണ്ടോ അവിടെ ഭഗവത് സാന്നിധ്യവും ഉണ്ടാക്കും. അപ്പൊ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോവാം, മാറിയിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കുചേലന്റെ അടുത്തേക്ക് എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കരുത്, ഞാൻ പോവില്ല എന്ന് ലക്ഷ്മി ദേവി ഭഗവാനോട് പറഞ്ഞു. ബ്രാഹ്മണസ്താം തുരജനീമുഷിത്വാ അച്യുത മന്ദിരേ ഭുക്വാ പീത്വാ സുഖം മേനേ ആത്മാനം സ്വർഗതം യഥാ. സ്വർഗത്തിൽ പോയ പോലെ ഈ കുചേലന് നല്ല സുഭിക്ഷമായിട്ടുള്ള ജീവിതം. കുറെ കാലം കൂടിയിട്ടാണ് നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക പാവം. നല്ല ധാരാളം കഴിച്ചു, ധാരാളം വെള്ളം കുടിച്ചു, ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കിട്ടി സുഖമായിട്ട് അന്നൊരു രാത്രി അവിടെ കൂടുകയും ചെയ്തു, സ്വർഗത്തിൽ പോയതുപോലെ. എന്നിട്ടോ പിറ്റേ ദിവസം ശ്വഭൂതേ വിശ്വഭാവേന സ്വസുഖേന അഭിവന്ദിത ജഗാമസ്വാലയം ദാത പഥ്യനുവ്രജ്യനന്ദിത. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യും, കുറച്ചു ദൂരം വരെ പിന്നാലെ പോകും. യാത്ര പുറപ്പെടുമ്പോ നമ്മളെല്ലാവരും, നമ്മുടെ ബന്ധുക്കളൊക്കെയാണ് വന്നത്, ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ വന്നതെന്ന് വെച്ചാലോ ഇറങ്ങി ഉടനെ വാത് കിടക്കോ ഇല്ല, കുറച്ച് ദൂരമൊക്കെ അങ്ങനെ പോയിട്ട് വെള്ളം കാണുന്നത് വരെ ഓതകാന്തം പോണം എന്നൊക്കെയാണ് പഴയ നാടകങ്ങളിലും കഥകളിലും ഒക്കെ പറയാ. എവിടെ വരെ വെള്ളം കാണുമോ അവിടെ വരെ കൊണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കണം എന്ന് പറയും. ശകുന്തളത്തിലൊക്കെ അങ്ങനെയാണ്. ശകുന്തളയെ പറഞ്ഞയക്കുമ്പോൾ കണ്വൻ തടാകം, ഒരു പുഴ കാണുന്നത് വരെ കൂടെ പോകുന്നുണ്ട്, ശാങ്കരവന്റെയും ശാരദന്റെയും ഒക്കെ കൂടെ. അതുപോലെ കുറച്ചു ദൂരം ബ്രാഹ്മണന്റെ കൂടെ നടന്ന്
നല്ല സന്തോഷമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ വളരെ ആഹ്ലാദഭരിതനാക്കിക്കൊണ്ട് ബ്രാഹ്മണനെ പറഞ്ഞയക്കും ചെയ്തു. എന്നിട്ടോ സജ അലധ്വാധനം കൃഷ്ണാന്നതുയാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ ഗച്ഛൻ മഹദ്ദർശന നിർവൃത. അദ്ദേഹം ആരോടൊന്നും ചോദിച്ചില്ല. യദിഹ്യയാദിഷ്യമദാസ്യതച്യുതോ ചോദിച്ചിരുന്നെങ്കിൽ തന്നേനെ, ചോദിച്ചില്ല, കിട്ടിയില്ല. പോണ വഴിക്കൊന്നും കിട്ടിയില്ല എന്നാണ് ബ്രാഹ്മണൻ വിചാരിച്ചിരിക്കുന്നത്. എവിടെയാ കിട്ടിയതെന്നുള്ളത് അവിടെ എത്തുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോ പെട്ടെന്ന് തിരിച്ച് ആ ദ്വാരകയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാൻ എന്തിനാ പോയത്, എന്തിനായിരുന്നു ഞാൻ ഭഗവാനെ കാണാൻ പോയത്. അതോടുകൂടി വ്രീഡിത, മോശം, ഇനി ഭാര്യയോട് എന്താ പറയാ, ആകെ നാണക്കേടായിട്ട് തിരിച്ച് സ്വന്തം ആലയത്തിലേക്ക് നടക്കുകയാണ്. അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതയാമയ ബ്രഹ്മണ്യതാമയ യദ്ദരിദ്രതമോ ലക്ഷ്മീമാശ്ലിഷ്ടോ ബിഭ്രതോരസി. ഒരൊറ്റ കാര്യം, അതുകൊണ്ട് അദ്ദേഹം തൃപ്തനായി. എന്താണ്? ലക്ഷ്മീ ദേവി ചാഞ്ചാടുന്നതായ വിളയാടുന്നതായിട്ടുള്ള ആ മാറത്തൊന്ന് ചാരാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് നല്ല സുഖം കിട്ടി. അതാണ് കുചേലന് അത്രേ വേണ്ടിയിരുന്നുള്ളൂ. ഇത്ര ദരിദ്രനായ, ഇത്ര ക്ഷാമപീഡിതനായിട്ടുള്ള, ക്ഷീണിതനായിട്ടുള്ള എന്നെ ഭഗവാൻ മാറോടടുപ്പിച്ചു. എനിക്ക് എന്താ വേണ്ടിയിരുന്നത്? ഇതൊക്കെ തന്നെയല്ലേ വേണ്ടിയിരുന്നുള്ളൂ. എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും ചെയ്തു എന്നുള്ളതിന്റെ ഒരു ആ മഹദർശനം, മഹാനായിട്ടുള്ള ഭഗവാനെ കണ്ടതിന്റെ ആനന്ദത്തോടു കൂടിയിട്ടാണ് ഈ ബ്രാഹ്മണൻ തിരിച്ച് സഞ്ചരിച്ചത്. ഞാൻ എവിടെ കിടക്കുന്നു? ക്വാഹം ദരിദ്രപാപിയാൻ. വേണ്ടതുപോലെ ഭഗവത് ഭജനയൊന്നും നടത്താതെ ദരിദ്രനായി നടക്കുന്ന ഈ ഞാൻ എവിടെ കിടക്കുന്നു? കൃഷ്ണ ശ്രീനികേതന, ശ്രീയുടെ ഇരിപ്പിടമായിട്ടുള്ള ഭഗവാൻ എവിടെ കിടക്കുന്നു? ബ്രഹ്മബദ്ധുലിസ്മാഹം ബാഹുഭ്യാം പരിരംഭിത. ഭഗവാന്റെ പേരാണ് ബ്രഹ്മബന്ധു. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം എന്നൊന്നുമല്ല. ഭഗവാനെ ആരാധിക്കുന്ന, ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി പോകുന്നവരെ, അവരെയൊക്കെ ബ്രാഹ്മണരെന്ന് തന്നെ വിളിക്കാം. അങ്ങനെ പുറപ്പെട്ടിട്ടുള്ളവരെ, അങ്ങനെ യാത്ര ചെയ്യുന്നവരെ പരിഗണിക്കുന്നവൻ, അവരെ മാറോട് ചേർക്കുന്നവൻ, അവരെ സ്വന്തമാക്കി കൊണ്ട് നടക്കുന്നവൻ, ആ ആളാണ് ഭഗവാൻ. അതുകൊണ്ട് എനിക്ക് ഭഗവത് സാമീപ്യം കിട്ടി. അതിന്റെ സന്തോഷമാണ് തിരിച്ചു പോകുന്ന വഴിയിൽ മുഴുവനും ആ കുചേലൻ അനുഭവിച്ചത്. എന്നിട്ട് ആലോചിക്കുകയാണ്, നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ മഹിഷ്യാവീജിത ശ്രാന്തോ വാലവ്യജനഹസ്തയാ ശുശ്രൂഷയാ പരമയാ പാദ സംവാദനാദിഭി പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവവത് സ്വർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം. എവിടെയാണ് എന്നെ കൊണ്ടിരുത്തിയത്? ശ്രീദേവിയുമായിട്ട് ഒരുമിച്ചിരിക്കുന്നതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ആ പര്യങ്കത്തിൽ, കട്ടിലിൽ കൊണ്ടിരുത്തി. കാല് സംവാഹനം എന്ന് പറഞ്ഞാൽ കാലൊക്കെ തടവി കൊടുക്കുക. എനിക്കൊക്കെ ഇത് കിട്ടാനുള്ള ഭാഗ്യമുണ്ടോ? ഞാൻ എവിടെയാ കിടക്കുന്നത്? എന്നെ പോലെയുള്ള ദരിദ്ര ബ്രാഹ്മണന്റെ കാലുകള് തടവി കൊടുക്കുക, എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം തരിക, നല്ല വാക്കുകൾ പറയുക, ശ്രീദേവിയെ കൊണ്ട് വീശിക്കുക. ഇതൊക്കെ ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്നതിനും എത്രയോ അപ്പുറമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച ഞാൻ എത്ര ഇനിയുള്ള ജീവിതത്തിൽ മുഴുവനും അത് എനിക്ക് വഴികാട്ടിയാണ്. എനിക്കിനി വേറെ ഒന്നും വേണ്ട, ഒരു സമ്പദ് സമൃദ്ധിയും ആവശ്യമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് അവരവരുടെ ഗൃഹത്തിന്റെ അടുത്തെത്തി. ഇത് സഞ്ചിന്തയന്നന്തപ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സംഘാശൈർവിമാനൈ സർവതോവൃതം. അങ്ങനെ പോയി ഇദ്ദേഹം തന്റെ ഗൃഹമിരിക്കുന്നതായ സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോ എങ്ങനെയാണോ ദ്വാരക, അങ്ങനെ തന്നെ വേറൊരു സ്ഥലം. സൂര്യ, അനല, ഇന്ദു, നമ്മുടെ 3 തേജസ്സുകളാണ്. സൂര്യൻ, അഗ്നി, ചന്ദ്രൻ. ഈ 3 തേജസ്സുകളും കൂടി ഒരുമിച്ച് നിന്നാൽ എത്ര കണ്ട് തേജസ് ഭൂമിയിൽ ഉണ്ടാകുമോ അത്രയ്ക്ക് തേജസ്സോട് കൂടിയ കുറേയധികം നിലകളുള്ള, വിമാനം എന്ന് പറഞ്ഞ വാക്കിന് സംസ്കൃതത്തിന് നിലകൾ എന്നർത്ഥം, കുറെ വലിയ നിലകളുള്ള വലിയൊരു കൊട്ടാരം കാണുന്നു. അപ്പൊ ബ്രാഹ്മണന് സംശയമായി, ഇതെന്റെ വീട് തന്നെയാണോ, എന്റെ വീടിരുന്ന സ്ഥലത്ത് തന്നെയാണോ ഇത് കാണുന്നത് എന്നുള്ളൊരു സംശയം വന്നു.
അവിടെ എന്തൊക്കെയാണുള്ളത്? വിചിത്രോപവനോദ്യാനൈ കൂജദ്വിജകുലാകുലൈ പ്രോത്ഫുല്ല കുമുദാംബൂജകലഹാരോത്പലവാരിഭി ജുഷ്ടം സ്വലംകൃതൈ പുംഭി സ്ത്രീഭിശ്ച ഹരിണാക്ഷിഭി കിമിദം കസ്യ വാസ്ഥാനം കഥം തദിതമിത്യ അഭൂ. ആകെ സംശയായി. വലിയ വലിയ ഉദ്യാനങ്ങള്, പക്ഷികള്, അതുപോലെ താമരകളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന തടാകങ്ങള്, സുന്ദരികളായിട്ടുള്ള സ്ത്രീകള്, ആഭരണ വിഭൂഷിതകളായിട്ടുള്ള സ്ത്രീകള്, നിറയെ ഭൃത്യന്മാര്, ഇതൊക്കെ കൂടി കണ്ടപ്പോൾ വളരെ അത്ഭുത പരതന്ത്രനായിട്ട് ഞാൻ എവിടെയാണ് എത്തിപ്പെട്ടത് എന്നുള്ള ആകാംക്ഷ, ഉത്കണ്ഠയോടുകൂടിയായിട്ടിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ. അദ്ദേഹത്തിനെ കണ്ടപ്പോഴേക്കും പതിവ്രത പതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാശ്രുലോചന നീലിതാക്ഷ്യനമദ്ബുദ്ധ്യാ മനസാ പരിഷസ്വജേ. ഭർത്താവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വേഗം തന്നെ പത്നി ഓടി പുറത്തിറങ്ങി വന്ന് വളരെ ബഹുമാനത്തോടു കൂടി നിന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമസ്കരിക്കുകയോ അല്ലെങ്കിൽ കെട്ടിപ്പുണരുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പഴയ നിയമം. അതുകൊണ്ട് ഭർത്താവിനോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് കുപ്പുഴയുമായിട്ട് പത്നി അവിടെ ഭർത്താവിന്റെ മുമ്പിൽ, കുചേലന്റെ മുമ്പിൽ അങ്ങനെ നിന്നു. പത്നിയെ കണ്ടതോട് കൂടിയിട്ട് വളരെയധികം ആനന്ദം കൊണ്ടും അത്ഭുതം കൊണ്ടും പരതന്ത്രനായി തീർന്നു. കഴുത്തിലൊക്കെ നിറയെ ആഭരണങ്ങള്. ഇവിടുന്ന് പോയപ്പോ കണ്ട പത്നിയൊന്നുമല്ല, തിരിച്ചു വന്നപ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ലക്ഷ്മി ദേവിയെ പോലെ ഇരിക്കുന്ന പത്നി. അതുപോലെ ആ ഗൃഹം എന്ന് പറയുന്നത്, അതില് സുന്ദരമായിട്ടുള്ള കിടക്ക, സുന്ദരമായിട്ടുള്ള ആട്ടുകട്ടിലുകള്, വളരെ ഭംഗിയായിട്ട് വിധാനിച്ചിട്ടുള്ള വാതിലുകള്, ഇങ്ങനെ കൊടിതോരണങ്ങള്, ഇതൊക്കെ കൂടി ചേർന്നതായിട്ടുള്ള ആ ഗൃഹം കണ്ടിട്ടും ബ്രാഹ്മണന് വലിയ ഇളക്കങ്ങൾ, മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. അതാണ് കുചേലന്റെ സ്വഭാവം. അതാണ് ആരൊക്കെ എന്തൊക്കെ പ്രലോഭിപ്പിച്ചാലും, ഭാര്യയായിക്കോട്ടെ, ഇനി ശ്രീഭഗവതി തന്നെ വന്ന് പ്രലോഭിപ്പിച്ചാലും മനസ്സ് മാറാത്തവനാണ് കുചേലൻ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ടും യാതൊരു മനഃശാഞ്ചല്യങ്ങളും ഇല്ലാതെ ആ ഒരു അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള, അത്രയ്ക്ക് പ്രൗഢമായിട്ടുള്ള ആ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടായാലും ഭഗവാനെ ഭജിക്കുക മാത്രമേ ആ ബ്രാഹ്മണൻ ചെയ്തുള്ളൂ. എന്നിട്ട് പറയാണ്, ഭക്തായ ചിത്രാ ഭഗവൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന്ന സമർത്ഥയത്യജ. ഭഗവാനെ, അങ്ങയുടെ നിരവധികളായിട്ടുള്ള അനുഗ്രഹങ്ങള് അത് എങ്ങനെയാണ് വന്ന് ഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അതാണ് വിചിത്രരൂപാഹി വിചിത്രരൂപസ്തവനുഗ്രഹ എന്ന് മേൽപ്പത്തൂര് പറയുന്നത് വെറുതെ അല്ല. എവിടെയാണ് അനുഗ്രഹം വരുന്നത്, എങ്ങനെയാണ് അനുഗ്രഹം വരണത് എന്നുള്ളത് നമുക്ക് മുമ്പ് കൂട്ടി മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയ താൻ എത്ര ഭാഗ്യവാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനോടുള്ള അതിതീവ്രമായിട്ടുള്ള ഭക്തി ഒന്നുകൂടി വർദ്ധിച്ചവനായിട്ടുള്ള ആ ബ്രാഹ്മണൻ ഒട്ടും അതിലമ്പട, ലമ്പടത എന്നാല് ഭോഗപരത കിട്ടണത്. നമുക്കൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വലിയ നിസ്വന, കിട്ടുമ്പോ എല്ലാത്തിനും കിടന്നിട്ട് അങ്ങോട്ട് വല്ലാതെ ആനന്ദിക്കുക, അതൊന്നും അദ്ദേഹത്തിനില്ല. അത് ഭഗവാൻ അറിയും ചെയ്യാം. പണ്ടേ അതിനൊന്നും താല്പര്യമില്ലാത്ത ആളാണ്, ശ്രീകാമനല്ല എന്നുള്ള ആ കഥകളൊക്കെ അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെ ശ്രീരാമാവ് എന്നാണ്. ശ്രീരാമാവ് പിന്നീടാണ് കുചേലനായി തീർന്നത്. ശ്രീ ഉള്ളവനാണ്. ശ്രീ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ട്. ആ ശ്രീയിൽ തന്നെ അഭിനമിച്ചുകൊണ്ട് കൃഷ്ണനോടുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ട് ബാക്കിയുള്ള കാലം സുഖമായി കഴിച്ചുകൂട്ടി. അങ്ങനെ ഏവം സവിപ്രോ ഭഗവത് സുഹൃത്തദാ ദൃഷ്ട്വാ സവൃത്തൈരജിതം പരാജിതം തദ്ധ്യാനവേഗോദ്ഗ്രഥിതാത്മബന്ധനസ്തദ്ധാമ ലേഭേ ചിരതസ്സദാം ഗതി. ആ ഒരു ഗൃഹത്തില് ഇരുന്നു കൊണ്ട് ഭഗവത് ഭജനം നടത്തിക്കൊണ്ട് വൈകാതെ തന്നെ സദാംഗതി, മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രാഹ്മണ ഭക്തിയുടെ സവിശേഷതയെ വളരെ ഭംഗിയായിട്ട് 2 അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചുകൊണ്ട് ശ്രീ ശുക ബ്രഹ്മർഷി ഈ ശ്രീരാമചരിതം അവസാനിപ്പിക്കുകയാണ്. ഏതദ് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ഇതുപോലെ വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവൻ
ആ ആൾക്ക് ഈ വ്യക്തമായിട്ടുള്ള ആ എല്ലാത്തിനോടും നിസ്സംഗരായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് കുചേലൻ ഉണ്ടായത്. പത്നിയുടെ കാര്യങ്ങളൊന്നും പിന്നെ പറയുന്നില്ല. ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വൈകാതെ മോക്ഷത്തെ പ്രാപിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ വലിയൊരു പാഠമാകണം. എന്തെല്ലാം പ്രതാപങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്തെല്ലാം പ്രൗഢികൾ ഉണ്ടായിക്കോട്ടെ, അതിലൊന്നും മനസ്സ് കൂടുതൽ അഭിരമിക്കാതെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ജീവിതമാർഗം മുമ്പാക്കം കൊണ്ടുപോകണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് എൻ്റെ ഈ വൈശാഖ മാസത്തെ പ്രഭാഷണം ഭഗവാന്റെ പൂർണ്ണത്രയീശന്റെ പാദാരവിന്ദങ്ങളിൽ, ഗുരുവായൂരപ്പന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വാമം പാദം പ്രസാര്യ ശ്രുതദുരിതഹരം ദക്ഷിണം കുഞ്ജയിത്വാ ജാനുന്യധായ വാമേതരമിതരഭുജം ശേഷഭോഗേ നിധായ പശ്ചാത്പാണിദ്വയേന പ്രതിഭടചമനെ ശംഖചക്രേ ദധാനോ ദേവോ ഭൂഷാദിയുക്തസ്ത്രിദശപതിനുതഃ പാദു പൂർണ്ണത്രയീശം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു പ്രഭാഷണം ഇവിടെ അവതരിപ്പിക്കാൻ അനുമതി തന്ന, അതിനായിട്ട് അനുഗ്രഹിച്ച ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിനോടുള്ള എൻ്റെ അഗൈതവമായിട്ടുള്ള നന്ദി അത് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കുന്നു. ഇത് ശ്രമിച്ച ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം.